പത്തനംതിട്ട കോന്നി കല്ലേലി പാലത്തിന് സമീപം ഒരു വാഹനാപകടമുണ്ടായി. രാവിലെ നമ്മൾ ഇത്തരം വാർത്തകൾ പറയാൻ ഇടയാകരുതേ എന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷേ ക്രിസ്മസ് ദിനത്തിലും അതൊരു മാറ്റമില്ല എന്നുള്ളതാണ്. നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെടുത്തു. ശ്രീകുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീത്ത്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റു കാര്യങ്ങൾ? ഇന്നലെ രാത്രി 12:30 പ്രജിൻ ക്രിസ്റ്റീന ഇത്തരത്തിൽ ഒരു അപകടം നടന്നത്. നാട്ടുകാർ തന്നെയാണ് പെട്ടെന്ന് ഓടി പുറത്തിറങ്ങിയത്. വലിയ ശബ്ദമായിരുന്നു കേട്ടതെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ കാറിൽ 2 പേരുണ്ടായിരുന്നു. ഈ 2 പേർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ചോരയിൽ കുളിച്ച് കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. എന്തായാലും ഈ കാറിൽ നിന്ന് മദ്യക്കുപ്പികൾ അടക്കം കണ്ടെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇവർ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. കൂടുതൽ പോലീസ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. 2 പേരെ, ഒരാളെ പത്തനംതിട്ട ഗവൺമെന്റ് ആശുപത്രിയിലും ഒരാളെ പത്തനംതിട്ടയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും. ഈ ഗുരുതര പരിക്കേറ്റത് ഡ്രൈവർക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മുത്തൂറ്റ് ആശുപത്രിയിലാണ് ഗുരുതര പരിക്കേറ്റയാളുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് സാരമായ രീതിയിൽ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. എന്തായാലും പോലീസ് ഈ കാറെല്ലാം തന്നെ ആ പ്രദേശത്ത് നിന്ന് താൽക്കാലികമായി മാറ്റിയിട്ടുണ്ട്. ഇവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മദ്യക്കുപ്പികൾ കാറിൽ നിന്ന് കണ്ടെടുത്തിട്ടുമുണ്ട്. പ്രജിൻ. ശരി, ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്നും.